PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയതായി പരാതി. ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. മന്ത്രി റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം നേടിയെടുക്കാമെന്ന് വിശ്വസിപ്പിച്ചു. 60 ലക്ഷം രൂപ നൽകാൻ ഡീലുണ്ടാക്കി 22 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. ഇത് പാർട്ടിയിൽ പരാതിയായിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട്. ശാലിനി, എന്തായാലും 60 ലക്ഷത്തിന്റെ ഡീലായിരുന്നു, 22 ലക്ഷം രൂപ കൊടുത്തു. കബളിപ്പിക്കപ്പെട്ടോ എന്നറിഞ്ഞപ്പോഴാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഈ ഒരു വിഷയം, ഇതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 60 ലക്ഷത്തിനാണ് ഈ ഒരു ഡീല് CPM-നുള്ളിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. CPM-ന്റെ ഒരു കോഴിക്കോട് പ്രാദേശിക നേതാവാണ്, കോഴിക്കോട് ഏരിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, ഇത്തരത്തിലൊരു യുവജന നേതാവാണ് ഇത്തരത്തിലൊരു ഡീൽ ഉറപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 22 ലക്ഷം രൂപ ഈ വ്യക്തി ഇയാൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വാഗ്ദാനം ചെയ്തത് PSC മെമ്പർ ആക്കാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ CPM-ന്റെ ഇഷ്ടക്കാരെയും ഒപ്പം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പട്ടിക പ്രകാരം PSC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടില്ല. പണം നൽകിയിട്ടും ചതി ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ചതിക്കിരയായി എന്നുള്ളത് മനസ്സിലായതിന് തൊട്ടു പിന്നാലെ ഈ നേതാവിനെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ആയുഷ് വകുപ്പിൽ ജോലി നൽകാമെന്നുള്ളതായിരുന്നു അടുത്ത വാഗ്ദാനം. പക്ഷെ ആയുഷ് വകുപ്പിലും ജോലി നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു നിയമനം പൂർത്തീകരിക്കാനോ കഴിയാതെ വന്നതോടുകൂടിയാണ് പാർട്ടി നേതൃത്വത്തിന്, അതും സംസ്ഥാന നേതൃത്വത്തിന് ഇദ്ദേഹം ഒരു പരാതി നൽകാൻ തീരുമാനിച്ചത്. 22 ലക്ഷം രൂപ ഈ നേതാവിന് നൽകുകയും ചെയ്തിരുന്നു. 60 ലക്ഷം രൂപയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് ഉറപ്പിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ പാർട്ടി പറഞ്ഞാൽ കേൾക്കും, ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞാൽ ഇത്തരത്തിലൊരു നിയമനം നടക്കുമെന്നുള്ളതായിരുന്നു ഈ വാഗ്ദാനം നൽകിയ നേതാവ് വ്യക്തമാക്കിയിരുന്നത്. യുവജന നേതാവ് അത്തരത്തിലൊരു അറിയിപ്പ് നിർദ്ദേശവും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു വ്യക്തി പറ്റിക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, മുൻപും സമാനമായ രീതിയിൽ നിയമനങ്ങൾ പാർട്ടി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇഷ്ടക്കാരെ ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വകുപ്പുകളിലേക്കും സ്ഥാനമാനങ്ങളിലേക്ക് നിയമിക്കുന്ന ഒരു രീതി CPM മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലൊരു നിയമനമായിരുന്നു ഇവിടെയും പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അത് പാർട്ടി അറിയാതെ ആയിരുന്നു എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേതാവിനെതിരെയും ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പണം നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്, ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർക്കോ ഈ ഒരു കാശ് നൽകിയതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ PSC നിയമനം ഒക്കെ ആകുമ്പോൾ ഉന്നത നേതാക്കന്മാർ അറിയാതെ ഇത്തരത്തിലൊരു നിയമനം നടക്കില്ല എന്നുള്ളതാണ്. ഒരു പ്രാദേശിക നേതാവിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു നിയമനവും നടപടികളും ഒക്കെയാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന കാര്യം കൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസം തന്നെ സംസ്ഥാന സമിതി അംഗങ്ങൾ കോഴിക്കോടെത്തി ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരുന്നുണ്ട്. അതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യുവജന നേതാവിനെതിരെ അടക്കം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളിലും വിമർശനങ്ങളും പാർട്ടി നട്ടം തിരിയുന്നതിനിടയിലാണ് PSC മെമ്പർ സ്ഥാനം അല്ലെങ്കിൽ PSCയുടെ ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന ഒരു പരാതി, അതും CPM-ന്റെ തന്നെ ഒരു യുവജന നേതാവിനെതിരെ ഉയരുകയും ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി.